വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും വാവക്കാട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ തുരുത്തിപ്പുറം ദുരിതാശ്വാസ അഭയകേന്ദ്രത്തിൽ വച്ച് 10ാമത് ദേശീയ ആയുർവേദ ദിനാഘോഷം നടത്തി. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KS സനീഷ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബീന PV, ലൈജു ജോസഫ്, മിനി വർഗീസ് മാണിയാറ, വാർഡ് മെമ്പർമാരായ മായാദേവി, സൈബ സജീവ്, സിന്ധു മനോജ്, ഉണ്ണികൃഷ്ണൻ, അജിത ഷൺമുഖൻ, ICDS സൂപ്പർവൈസർ റസിയ, നീബ MN എന്നിവർ സംസാരിച്ചു. ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങളിലേക്ക് ആയുർവേദത്തിന്റെ പ്രാധാന്യം എത്തിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എത്തിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ ആയുർവേദ ദിനം കൊണ്ടാടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തില് ഈ വർഷമാണ് നമ്മൾ റാലിയോടൊക്കെ കൂടി ഈ ഒരു ആയുർവേദ ദിനം എന്തായാലും ഇത്രയും നല്ല രീതിയിൽ ആചരിക്കുന്നത്. മുൻ വർഷങ്ങളെല്ലാം നമ്മൾ ആയുർവേദ ദിനങ്ങൾ ആചരിച്ച് പോരാറുണ്ട്. പക്ഷെ റാലിയും മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ഇന്നിപ്പോൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. അപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്നിപ്പം നിരവധിയായിട്ടുള്ള രോഗങ്ങൾ, നമ്മൾ കേൾക്കാത്ത പോലെയുള്ള രോഗങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അറിഞ്ഞു വരികയാണ്. നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരം അതും മറ്റുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത്തരം നമ്മളിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇടപഴകേണ്ട ആളുകളാണ്. ഇവിടെ ആശാ വർക്കർമാരുണ്ട്, ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്, അംഗൻവാടി വർക്കർമാരുണ്ട്. എല്ലാവരും തന്നെ നമ്മളുടെ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് നമ്മളുടെ രോഗങ്ങൾ വരുന്ന കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർസെക്ടർ മീറ്റിംഗ് കൂടി, എലിപ്പനി രോഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ കൂടി വരുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് അത്തരം ബോധവൽക്കരണങ്ങൾ എത്തേണ്ടതുണ്ട്. ഭാരതീയ സംസ്കാര പ്രകാരം ആയുർവേദമാണ് നമ്മളുടേതായിട്ടുള്ള ചികിത്സാ രീതി. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ നടന്നു വരുന്നത്. അപ്പൊ എന്തായാലും ഇന്നിവിടെ അസ്ഥി സാന്ദ്രത ക്യാമ്പ് നമ്മൾ മുന്നൊരു പ്രാവശ്യം ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ അസ്ഥി സാന്ദ്രത ക്യാമ്പ് നടത്തിയിരുന്നു. അത് ഏറ്റവും വിജയകരമായി തന്നെ മുന്നോട്ട് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു ക്യാമ്പ് ഇന്ന് സംഘടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ധന്വന്തരിയുടെ ബർത്ത്ഡേ ആഘോഷം ഈ വരുന്ന 10ാം ജന്മദിനത്തിനായിട്ടാണ് ഒരു ദിനമായി നമുക്ക് കിട്ടിയത്. ആയുർവേദത്തിന്റെ ദിനാചരണത്തിന് ഇപ്പൊ എല്ലാ ഡേ പോലെ ആയുർവേദത്തിന് ഒരു ഡേ കിട്ടി. ആ ഡേ 10 വർഷം ആയിരിക്കുകയാണ്. ഈ 10 വർഷത്തിനിടയിൽ ആയുർവേദത്തിന്റെ പ്രചാരം നല്ല രീതിയിൽ നമ്മുടെ താഴെത്തട്ടുകളിലേക്ക് എത്തിക്കാമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. എലിപ്പനിനെ കുറിച്ച് നമ്മളൊരു അവയർനെസ് ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പറയൂ, എലിപ്പനി എങ്ങനെ പകരുന്നത്? എലിയുടെ മലിനജലത്തിൽ എലിയുടെ മൂത്രമൊക്കെ കലരും, ഇൻഫെക്ടർ. എന്നിട്ട് ആ ജലത്തിൽ നമ്മൾ നടക്കുമ്പോൾ, അതായത് നമ്മളുടെ കയ്യിലോ കാലിലോ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ കൂടെ വരുന്നു, ലക്ഷണങ്ങൾ വരുന്നു അല്ലെ?